നമസ്കാരം. 2010 എഴുതിയ ഒരു മിനിക്കഥയാണ്. ശ്രീശങ്കര ഹൃദ്യാനം നൂറ്റൊന്ന് ആവർത്തിച്ചത്. ആ കഥ ഇങ്ങനെ: മാർജാരന്റെ വിനീതമായ പരമപാദങ്ങൾ നിരത്തമർത്തി അവാർഡ് കമ്മിറ്റിക്കാർ വന്ന് മുന്നിലിരുന്നു. അവർ സന്തോഷവാർത്തയുടെ പാഥേയം തുറന്നു. സൗപർണികാ തീരത്തെ മന്ദമാരുതനെ പോലെ പുരസ്കാരലബ്ധിയുടെ ആനന്ദം കുടജാതിരിയുടെ ഉച്ചിയിലേക്കെന്ന പോലെ ഹൃദയശൈലം തേടി യാത്രയായി. ഇനി പഴംപുരാണങ്ങളുടെ കെട്ടഴിക്കുകയേ വേണ്ടു. കുട്ടികളോട് എന്തു പറയാൻ? എഴുതാൻ മറന്ന കാലത്ത് ധ്യാനത്തിന്റെ മൗനം കൊണ്ട ബോധാബോധ ജലനിരപ്പിൽ ചത്ത മത്സ്യം മാതിരി അനാഥമായി ഒഴുകി നടന്നു അക്ഷരങ്ങളെല്ലാം. പത്രവായന പോലും പല്ലുവേദനയായി തോന്നിച്ച ആ പഴയ കാലമറിഞ്ഞ് വന്നവർക്ക് അത്ഭുതം. പിന്നീട് എപ്പോഴാണാവോ സർഗവാസനാ തീരത്ത് വിസ്മയ ചിറകുകളുമായി അക്ഷരത്തൊടിയിലൂടെ പാറിപ്പറന്നു നടന്നു. കണ്ണീർ മുത്തുകളായിട്ടാണ് സ്വർണ്ണനെല്ലിക്കകൾ പെയ്തു തുടങ്ങിയത്. വിശപ്പറിയാതിരിക്കാൻ വേനയെടുത്തു. അതാണ് വാസ്തവം. ചിരന്തനമായ തിക്താനുഭവങ്ങളുടെ കനകധാരാസ്തവത്തിന് അകമ്പടിയാണിപ്പോൾ ഈ ജ്ഞാനപീഠം. അത്ഭുതപ്പെടാനില്ല. സർഗവാസന എന്നാൽ ഉള്ളിൽ ഒളിച്ചു കളിക്കുന്ന മുത്തു തന്നെ. ചിപ്പി ഉടഞ്ഞാൽ പുറത്തെത്തും. ചിപ്പി ഉടയുക തന്നെ വേണം. അതിനാൽ അടിയേൽക്കണം. ജീവിതയാതനകളുടെ, നിത്യദുഃഖങ്ങളുടെ, തിരസ്കരണങ്ങളുടെ നൊമ്പരം വിങ്ങുന്ന തിരിച്ചടികൾ. ചിപ്പി ഉടഞ്ഞു തന്നെ പോകും. കമ്മിറ്റിക്കാരെ അനുഗ്രഹിച്ചു വിട്ടു. പരാജയങ്ങൾ ചുറ്റിലും നിറഞ്ഞു പെയ്യട്ടെ. തോൽവികളിൽ മൂക്കറ്റം മുങ്ങി വിജയത്തിലേക്ക് തുഴഞ്ഞു മുന്നേറുക. ഇല്ലെങ്കിൽ ഏത് ശങ്കരനും ലഹരി കിട്ടില്ല. ശാന്തിയുടെയും സമാധാനത്തിന്റെയും നന്മയാർന്ന സൗന്ദര്യലഹരി. തിമിരം മൂടിയ കണ്ണുകളിൽ നിന്നും ജ്ഞാനപീഠ പുരസ്കാര ലബ്ധി തിളച്ച ലാവ പോലെ ചുറ്റിലും ഒഴുകിപ്പരക്കാൻ തുടങ്ങി.